ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏവരും കാത്തിരുന്ന ലാലേട്ടൻ നായകനായി എത്തുന്ന ദൃശ്യം 3 എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ ഇന്ന് 5 മണിക്ക് റിലീസായിരുന്നു. നിങ്ങളത് കണ്ടായിരുന്നോ? അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയണേ. ടീസർ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായ ഒരു കാര്യമുണ്ട്. അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് ദൃശ്യം 3 തന്നെയായിരിക്കും. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ ചിത്രമാണ് ദൃശ്യം 3. ദൃശ്യം 1 ഇൻഡസ്ട്രി ഹിറ്റ് റേഞ്ചിലുള്ള ഒരു ചിത്രമായിരുന്നു. ദൃശ്യം 2 ആവട്ടെ OTTയിൽ വലിയ രീതിയിലുള്ള പ്രകമ്പനം സൃഷ്ടിച്ച ഒരു ചിത്രമായിരുന്നു. ദൃശ്യം 3 വരുമ്പോൾ മലയാളത്തിൻ്റെ ആദ്യ 500 കോടി ചിത്രമായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ മലയാളി പ്രേക്ഷകനും കാത്തിരിക്കുകയാണ് ജോർജ് കുട്ടിയും ഫാമിലിയും കാണാനായി. ദൃശ്യം 3യുടെ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ജോർജ് കുട്ടി എന്തൊക്കെയോ മറക്കുന്നുണ്ട്, എന്തൊക്കെയോ നിഗൂഢതകൾ പുറകിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് ജോർജ് കുട്ടി വന്നിരിക്കുന്നത്. ലാലേട്ടനെ പോലെ തന്നെ, ഒരു പക്ഷേ ലാലേട്ടനേക്കാൾ കൂടുതൽ ഒരു ഫാൻ ബേസ് ഉള്ള ആളാണ് ജോർജ് കുട്ടി. ഇക്കുറി ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ? സൂചനകൾ നൽകുന്നതനുസരിച്ച് ജോർജ് കുട്ടി നല്ലൊരു ഭയത്തിലാണ്. അത് തന്നെയായിരിക്കാം ദൃശ്യം 3യെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നത്. എന്തായാലും ജോർജ് കുട്ടിക്ക് കട്ട സപ്പോർട്ടായിട്ട് ഞാനുണ്ട്. നിങ്ങൾ ആരൊക്കെയാണ് ജോർജ് കുട്ടിക്ക് പിന്തുണയുമായി ഉള്ളത്? കമൻസിലൂടെ പറയുക. ടീസറിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയണേ. കൂടുതൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.